പ്രിയ സഹോദരങ്ങളെ, അള്ളാഹു വളരെ ബഹുമാനിച്ച ചില ദിവസങ്ങളുണ്ട്. അതിൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും വലിയ പ്രതിഫലമാണ് അള്ളാഹു തആല നൽകുന്നത്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് ഇന്ന് ഹജ്ജിനായി മക്കയിലേക്ക് പോകുന്നത്. വെള്ള വസ്ത്രം ധരിച്ച് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് വിളിച്ച് അവർ അള്ളാഹുവിലേക്ക് ഓടുകയാണ്. ആ കാഴ്ച നമ്മുടെ മുസ്ലിമായ ഒരു മനുഷ്യൻ്റെ ഹൃദയം വരെ മാറ്റിമറിക്കുന്നതാണ്. ഹജ്ജ് എന്നത് ഒരു യാത്ര മാത്രമല്ല, അള്ളാഹുവിലേക്കുള്ള ഒരു സമർപ്പണവുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ ഹാജറ ബീവിയുടെയും അലൈഹിസ്സലാമിൻ്റെ ത്യാഗങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകളാണ്. സഫ മർവയ്ക്കിടയിലെ ഓട്ടം, അറഫയിലെ പ്രാർത്ഥന, മുസ്ദലിഫയിലെ രാത്രി, ജംറയിൽ കല്ലെറിയൽ, ഇവയെല്ലാം നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്നു: അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനും ത്യാഗം ചെയ്യാനും. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന ചെറിയ നന്മകൾ പോലും വലിയ പ്രതിഫലമാണ്. ദുൽഹജ്ജിലെ ആദ്യ 10 ദിവസങ്ങളിൽ ആരെങ്കിലും ബഹുമാനിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒരുപാടാണ്. അവൻ്റെ ആയുസ്സിൽ വർധന ഉണ്ടാകും, സമ്പത്തിൽ അനുഗ്രഹം ഉണ്ടാകും, കുടുംബത്തിൽ പ്രത്യേക കാവൽ ലഭിക്കും, പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ഇരട്ടി പ്രതിഫലം ലഭിക്കും, മരണപ്പെടുന്നവർക്ക് മരണവേദന കുറഞ്ഞു കിട്ടും, അള്ളാഹുവിൻ്റെ പ്രകാശം അവൻ്റെ ജീവിതത്തിലുടനീളം ഉണ്ടാകും, നന്മ തിന്മകൾ തുലനം ചെയ്യുന്ന സമയത്ത് അവൻ്റെ പദവിയിൽ ഉയർച്ചയുണ്ടാകും. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലാണ് ഈ 10 ദിവസങ്ങൾ. നന്മകൾ 10 മടങ്ങ് പ്രതിഫലം വർദ്ധിക്കും, പാപങ്ങൾ മാപ്പാക്കാൻ കാരണമാകും. ഈ 10 ദിവസങ്ങൾ ദുആ സ്വീകരിക്കപ്പെടാനുള്ള വലിയ അവസരമാണ്. മനസ്സിന് സമാധാനവും ആത്മീയ സന്തോഷവും ലഭിക്കും. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ കഴിയും. അറഫ നോമ്പും മുമ്പും പിന്നെ ഉള്ള ഒരു വർഷത്തെ പാപങ്ങൾ മാപ്പാക്കാൻ കാരണമാകും അറഫ നോമ്പ്. വീട്ടിൽ ബർക്കത്തും അനുഗ്രഹവും വർദ്ധിക്കും, കഷ്ടതകൾ ലഘൂകരിക്കാൻ കാരണമാകും. പ്രതിഫലം നേടാനുള്ള മഹത്തായ ഒരു അവസരവും കൂടിയാണ് ഈ ദിവസങ്ങൾ. ഇന്ന് തന്നെ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാം. ദുൽഹജ്ജ് ആദ്യ 10 ദിവസങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരു ദിക്ർ, ഒരു ദുആ, ഒരു തൗബ, അതായിരിക്കും നമ്മുടെ ജീവിതം. നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഹജ്ജിനുള്ള പ്രതിഫലം നമ്മൾക്ക് കിട്ടും, നമ്മൾ വീടുകളിൽ ഇരുന്ന് ചെയ്താലും. അള്ളാഹു എല്ലാവരുടെയും ദുആ സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിലും നിറയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ അർഹമർ റഹീമീനായ റബ്ബി, ഈ ദുൽഹജ്ജ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിൽ ഐശ്വര്യവും ബർക്കത്തും നൽകി.